ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് എനിക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സോ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലൂടെ വൈറലായിട്ടുള്ള നമ്മുടെ സുധി ചേച്ചിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുധി ചേച്ചിനെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പം സുധി ചേച്ചി റീസെൻ്റ്ലി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ചാനലിൽ അവർ കുറച്ച് വിഷമങ്ങളൊക്കെ പങ്കുവച്ചിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചിരിപ്പിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീഡിയോ കണ്ടപ്പം ശരിക്കും അതൊക്കെ സത്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അത്രയും മോശമായ ചുറ്റുപാടിലാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളത് അവരുടെ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അവരെത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ ജീവിക്കുന്നത് എന്നുള്ളത് അവരുടെ ഒരു വീടും ചുറ്റുപാടൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ അടച്ചുറപ്പുള്ള ഒരു വാതിൽ പോലും ഇല്ലാത്തൊരു വീടാണ്. ആ ഒരു വീട്ടിലാണ് ആ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും പിന്നെ 3 പെൺകുട്ടികളും ജീവിക്കുന്നത്. അവരുടെ ഈ ഒരു ചുറ്റുപാടും വീടും ഒക്കെ കണ്ടിട്ട് പോലും അവരുടെ വീഡിയോക്ക് താഴെയായിട്ട് വളരെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പം ഇത്രയും മോശമായ ചുറ്റുപാട് കണ്ടിട്ട് പോലും ആ ഒരു വീഡിയോയുടെ ഇടയിലൊക്കെ വന്നിട്ട് നെഗറ്റീവായിട്ട് കമൻസ് ഇടുന്ന ആൾക്കാരെയൊക്കെ സമ്മതിക്കണം. അവരൊരു മനുഷ്യരാണോ എന്ന് പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം അവരുടെ വീടും ചുറ്റുപാടും ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ സുധിമോൾ. കുറെ ആൾക്കാരോട് മെസ്സേജ് ഒക്കെ ഇട്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ വീടിന്റെ അകവും പരിസരവും ഒക്കെ ഒന്ന് കാണിക്കാൻ സുധിമോളെ. വഴിയല്ല കാണിച്ചോളൂ, വീടിന്റെ അകവും വീടും മുറ്റവും ഒക്കെ ഒന്ന് കാണിക്കാൻ വയ്യെന്ന്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോണ അതാണ് കേട്ടോ. മിറ്റം നിറയെ വെള്ളം കിടക്കാണ് കേട്ടോ. ഇതാണ് കേട്ടാ നമ്മുടെ മുറ്റമാണ്. ആരും തെറ്റിദ്ധരിച്ചൊന്നും കാണിക്കരുത്. ഇത് നമ്മുടെ മുറ്റമാണ്. ചിലർക്ക് ഇത് തോടോ മഴയോ ഒക്കെ ആയിരിക്കുമെന്ന്. ഞാനിവിടെ ആദ്യ കാലത്ത് വന്ന സമയത്തൊക്കെ ഭയങ്കര ഇങ്ങനെ വെള്ളം കയറി വരുമ്പോ ഉണ്ടല്ലോ ഭയങ്കര ടെൻഷനും. ഈ നമ്മുടെയൊക്കെ മലയല്ലേ നാടൊക്കെ, മലയും കാടും ഒക്കെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ മുറ്റത്ത് വെള്ളം കയറും നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ വന്ന സമയത്ത് ഇങ്ങനെ പറ്റി വരേണ്ട കിടക്കുന്ന സമയമായിരുന്നു. വന്ന് കുറച്ച് ദിവസം ഞാൻ ജൂൺ മാസമാണ്, ജൂൺ 16-ാം തീയതി വരുന്നത്. ആ ദിവസം വലിയ കുഴപ്പമില്ല. ഞാൻ വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ വെള്ളം കയറാൻ തുടങ്ങി. വെള്ളം നിസ്സാരം ഇതിലും കവർ ചെയ്ത് വരും, ഭയങ്കര കയറും. ആ സമയത്ത് ഞാൻ ഇതൊക്കെ അത്ഭുതപ്പെട്ടു വരും. ഭയങ്കര നെഞ്ചിരിപ്പായിരുന്നു കാണുമ്പോൾ. നമ്മുടെ അവിടെ ഭയങ്കര മലയും കാടും ഒക്കെ ആണല്ലോ. ഇതിന്റെ ഇത് ഇവിടെ സമയം കളയട്ടെ, നമുക്ക് അകത്തോട്ട് പോകാം. പെരയൊക്കെ കാണണ്ടേ. ഇതുപോലെ വെള്ളമായിരിക്കും എപ്പോഴും. അതുകൊണ്ടോ ഇതുപോലെ വെള്ളമായിരിക്കും ഫുൾ ടൈം ഇവിടെ. ഒരു സമയം പോലും നമുക്ക് വെള്ളം ഇല്ലാത്ത സമയം ഉണ്ടാവില്ല ഇവിടെ. എല്ലാവർക്കും തന്നെ മഴ പെയ്യുമ്പോഴൊക്കെ ആയിരിക്കുമല്ലോ വെള്ളം. നമുക്ക് അങ്ങനെയല്ല, ഫുൾ ടൈം ഒരു വെള്ളമാണ് കേട്ടോ. പക്ഷേ അഹങ്കാരം ഞങ്ങൾക്കില്ല കേട്ടോ. ഇതുണ്ടോ നമ്മള് തറയാണ് കേട്ടോ. തറയായിരുന്നു, സിമെന്റ് തറയായിരുന്നു. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ വെള്ളം കയറുന്ന സമയം ആകുമ്പോഴത്തേക്കും ഭയങ്കര ഈർപ്പനായിരിക്കും, ഒന്നും രക്ഷ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ബെഡ്റൂം കാണാം. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഒക്കെ വരുവാൻ കേട്ടോ എന്റെ കണക്കനുസരിച്ച്. ഇത് എന്റെ മൂത്തവര് കുഞ്ചനും അമീഷ അനീഷ കണക്കത്തില് സുണ്ടപ്പം നമ്മൾ ആളെ സ്കൂളിൽ പോയപ്പോ. ഇത് നമ്മുടെ കുഞ്ഞുസിന്റെ എന്റെ ബെഡാണ്. ഞങ്ങളുടെ അമ്മ വിളിച്ചെന്നൊരു പുതപ്പാണ് കേട്ടോ. അമ്മയുടെ ഓർമ്മക്കാർക്ക് വിളിച്ചെന്ന ഒരു പുതപ്പ്. ഇത് വിരിച്ചാൽ ഞങ്ങൾ ചേട്ടായിക്ക് ഇത് വിരിച്ചാലേ ഉറക്കം വരുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അമ്മയോട്, എന്റെ അമ്മയാണെങ്കിൽ പോലും ചേട്ടായിക്കാണ് അമ്മയോട് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ്. കാരണം മരുമകളെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര ജീവനായിരുന്നു ചേട്ടായിന്. കാരണം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇതുപോലെ അമ്മയ്ക്കൊരപ്പത്താണ് സംഭവിച്ച ഒരാളായതുകൊണ്ട് എന്നെ പൊന്നു പോലെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര ജീവനായിരുന്നു ചേട്ടനെ. അപ്പൊ ഒരു ദിവസം ഞാൻ അടിമാലി ചെന്ന സമയത്ത് അമ്മയ്ക്ക് ചേട്ടായി ഭയങ്കര തണുപ്പ്, ഇച്ചിരി തണുപ്പൊക്കെ ചേട്ടായി ചുരുണ്ട് കൂടും. അപ്പൊ അത് കണ്ടപ്പോ അമ്മ മേടിച്ചു കൊടുത്ത് പോയപ്പോ അമ്മ വലിച്ചപ്പോൾ ചേട്ടായി തിരിച്ചു കിടന്ന് ഉറങ്ങുള്ളൂ. ഇതില്ലാതെ ഒരു പ്രാവശ്യം പോലെ ഉറങ്ങി ഞാൻ കണ്ടില്ല. അത് അലക്കാതെ സമയത്ത് അലക്കാൻ തന്നെ ഉറങ്ങാനുള്ള വെയിലുണ്ടെങ്കിൽ മാത്രം അലക്കിട്ടു. സോ ഈ ഒരു വീഡിയോയിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇവരുടെ വീടിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ യാതൊരു സേഫ്റ്റി ഇല്ലാത്ത ഒരു വീട് തന്നെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മുറ്റത്തൊക്കെ നിറയെ ചെളിയും വെള്ളമൊക്കെ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും പാമ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടൈപ്പിലുള്ള എഴുചിന്തുക്കളൊക്കെ വീട്ടിൻ്റെ അകത്തോട്ട് കയറാനായിട്ട് എല്ലാവരുടെ ചാൻസ് ഉണ്ട്. കാരണം ഡോറൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ഹോളൊക്കെ ഉള്ള ഡോറൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഏതെങ്കിലും ഒക്കെ പാമ്പിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജന്തുക്കൾക്കൊക്കെ ഉള്ളിലോട്ട് കയറാനായിട്ടുള്ള എല്ലാ സൗകര്യവും ആ ഡോറിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അങ്ങനെ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അവർ താമസിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ അവിടെയുള്ള വെള്ളം മുഴുവൻ കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ ആയതുകൊണ്ട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാനും എല്ലാം ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ കുടിക്കുന്ന വെള്ളം പോലും അത്രയും ഒരു ശുദ്ധമായ ഒരു വെള്ളമായിട്ടല്ല കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പം ഇത്രയും ഒരു വൃത്തിഹീനമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഒരു മോശമായിട്ടുള്ള ചുറ്റുപാടിലാണ് അവർ താമസിക്കുന്നത്.
അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അടച്ചുറപ്പുള്ള ഒരു വീട് അല്ലെങ്കിൽ സേഫ്റ്റി ഉള്ള ഒരു വീട് വേണം എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാര്യത്തിനായിട്ട് ഏതോ ഒരു സംഘടന ഇവർക്ക് വീട് വെച്ച് കൊടുക്കാന്നുള്ള ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി അവർക്ക് വേണ്ടത് ഒരു സ്ഥലമാണ്, വീട് വെക്കാനുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവരുടെ അടുത്തൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇവർക്ക് വീട് വെക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ ചുറ്റുപാട് അത്രയും മോശമായിട്ടുള്ളതായതുകൊണ്ട് അവിടെ അവർക്ക് വീട് വെക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അവർക്ക് വേറൊരു സ്ഥലം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഈ സ്ഥലം വാങ്ങിക്കാനായിട്ട് ഇവരുടെ പ്രേക്ഷകരായിട്ടുള്ള ഇവർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ലവരായിട്ടുള്ള മനുഷ്യർ ഇവരെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും അവർക്ക് ഓൾമോസ്റ്റ് ഒരു 4 lakh സംതിങ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവർ അവരുടെ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു വീഡിയോസിൻ്റെ താഴെയായിട്ട് ഒരുപാട് നല്ല കമൻസ് ഉണ്ട്. പക്ഷെ എവിടെയും കുറച്ച് കീടാണുക്കൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർ മോശമായിട്ടുള്ള കമൻസുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മക്കളെ വെച്ചിട്ട് എന്തിനാ നീ ഇങ്ങനെ ക്യാഷ് ഉണ്ടാക്കണം, നിനക്ക് നിന്റെ ഹസ്ബൻഡിന് നല്ല ആരോഗ്യം ഉണ്ടല്ലോ, എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഉള്ള കമൻസുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴത്തേന് അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ ഒരു വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു കമൻസ് ഇട്ടിരിക്കുന്ന ചേച്ചിയുടെ പേര് റാണി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ റാണി ചേച്ചിക്ക് എന്താണ് ഈ ചേച്ചിയുടെ അടുത്തുള്ള ഒരു ദേഷ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഇത്രയും ഒരു മോശപ്പെട്ട സിറ്റുവേഷനിൽ ഇരുന്നിട്ടും ആ ചേച്ചി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ആ ചേച്ചി എന്തൊക്കെ ജോലികൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചേച്ചി ആ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈവൻ തിങ് വരെ കയറി അത്രയും കഷ്ടപ്പെട്ട് വെറുതെ വീട്ടിലിരുന്ന് വീഡിയോ മാത്രം ഇട്ടിട്ടിരിക്കുന്ന ഒരു ചേച്ചിയല്ല. ആ ചേച്ചി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്, അടുക്കള പണി എടുത്തിട്ടുണ്ട്, കടകളിൽ പോയി പാത്രം കഴുകി ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പണിയെടുത്ത് കഷ്ടപ്പെട്ട് വന്നിട്ടുള്ള ഓരോ ചേച്ചിയാണെന്ന്. അപ്പോൾ ഈ ചേച്ചിൻ്റെ അടുത്ത് ഈ റാണി ചേച്ചിക്ക് എന്താണ് കലിപ്പെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ചേച്ചി നന്നാവുന്നതിൻ്റെ ഒരു കുശുമ്പാണോ റാണി ചേച്ചിക്കുള്ളതെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അല്ലാതെ ഈ ചേച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ പറയേണ്ട യാതൊരു കാര്യമില്ല. കാരണം അത്രയും ഒരു മോശമായ സിറ്റുവേഷനിലാണ് ഈ ചേച്ചി ഇരിക്കുന്നതെന്ന് ഇവർ വീഡിയോസിലൂടെ കാണുന്നുണ്ടല്ലോ. എന്നിട്ടും ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം റാണി ചേച്ചിക്ക് ഇല്ലാന്ന് നമ്മൾ കരുതേണ്ടി വരും. ചില ആളുകൾ അങ്ങനെയാണ്, ആരും നന്നാവുന്നത് കാണുന്നത് ഇഷ്ടപ്പെടില്ല. ഒരാളെ എപ്പോഴും പൊട്ടക്കണ്ട് തന്നെ കിടക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരാണ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനത്തെ നെഗറ്റീവ് കമൻസുകൾ ഇടുന്നത്. റാണി ചേച്ചിക്ക് എന്താണ് പ്രോബ്ലം? റാണി ചേച്ചിയുടെ അടുത്ത് ആരും നിർബന്ധിച്ചു റാണി ചേച്ചി ഇത്ര രൂപ കൊടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. നല്ലവരായ ആൾക്കാർ ഇനിയും ബാക്കിയുണ്ട്. ഇഷ്ടമുള്ളവർ കൊടുത്താൽ മതി. റാണി ചേച്ചിയുടെ അടുത്ത് ആരും കൊടുക്കാനായിട്ട് പറയുന്നില്ല. ചേച്ചിക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേച്ചി കൊടുക്കണ്ട. സഹായിക്കാൻ മനസ്സുള്ള നല്ലവരായ ആൾക്കാർ സഹായിച്ചോളും. റാണി ചേച്ചിക്ക് താല്പര്യം ഇല്ലെങ്കിൽ കൊടുക്കാനായിട്ട് ആരും നിർബന്ധിക്കുന്നില്ല. ആ ചേച്ചി മാന്യമായിട്ടുള്ള ജോലി ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ആ കുട്ടികളെ നോക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ കമന്റ് കണ്ടപ്പോ ഒത്തിരി വിഷമം തോന്നി. എനിക്ക് ഭയങ്കര സങ്കടം വന്നു. ഞാൻ കരഞ്ഞു പോയി. ഞാനപ്പോ ഇച്ചാരിന് അപ്പൊ തന്നെ വിളിക്കുകയും ചെയ്തു. വേറെ ഒന്നുമല്ല, അവരെനിക്ക് വേണ്ടി സഹായിക്കണം. ഇതുപോലെ ഞാനിവിടെ മനസ്സ് തുറന്ന് പറയാൻ ഒരാളുണ്ടാകുമ്പോ ഒരു സുഖമാണല്ലോ. അതോർത്ത് ഞാൻ ഇവിടെ വന്ന് ഇവരുടെ അടുത്ത് സങ്കടങ്ങളൊക്കെ പറയാറുണ്ട്. സങ്കടം എന്ന് പറഞ്ഞാൽ ഞാനത് വിഷമിച്ചില്ല. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാകും. ഇപ്പൊ യൂട്യൂബ് ചാനൽ ഇപ്പൊ എല്ലാവരും ചോദിക്കും, സുധിമോളെ യൂട്യൂബ് ചാനലിന് വരുമാനം വന്നോ എന്ന് ചോദിക്കണം. പക്ഷെ ഇപ്പൊ എല്ലാവരും കാണുമ്പോ തന്നെ റീച്ചുണ്ട്, കയറി പോകും എന്നൊരു വിശ്വാസമുണ്ട്. അപ്പൊ അതില് ഇപ്പൊ അടുത്ത മാസം പോലെയാണെങ്കിലും വരുമാനം വരുമെന്നൊരു വിശ്വാസമുണ്ട്. എവിടുന്നേലും കടം മേടിക്കാമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആരോടും പിരിവെടുത്ത് സ്ഥലം വാങ്ങിക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. എനിക്ക് സ്ഥലം വാങ്ങണത് എങ്ങനെയാണെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിന്റെ വരുമാനം കൊണ്ട് മേടിക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. അപ്പോഴാണ് എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്നോടുള്ള സ്നേഹം കൊണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ജനങ്ങളുടെ സ്നേഹം കൊണ്ട് അവർ എന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഏസ് വെച്ചു. അത് ശരി, എനിക്കത് അങ്ങനെ ചെയ്യാം. അപ്പൊ ഞാനല്ല അതിൻ്റെ അകത്തൊരു അഹംഭാവം കാണിച്ചു. എന്റെ കുഞ്ഞുങ്ങൾക്ക് കയറി കിടക്കുന്ന ഒരു വീടാണല്ലോ അത്യാവശ്യം. 15 വയസ്സായി. അപ്പൊ അതേ ഞാൻ ചിന്തിച്ചുള്ളായിരുന്നു. പക്ഷെ ഇവരിട്ട വീഡിയോയുടെ അടിയിൽ ഒരു കമന്റ് വന്നിരിക്കും. എന്നെ ഭയങ്കരമായിട്ട് തളർത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാത്തതിന്റെ അപ്പുറത്ത് വിഷമായി പോയി. ഒരു റാണി മാത്യു എന്ന് പറഞ്ഞൊരു ആളാണ് മെസ്സേജ് ഇട്ടേക്കുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റാത്തതിന് അപ്പുറമാണ് ആ മെസ്സേജ്. അവര് പറയുന്നത് നാണമില്ലേ, ഇതിലും ഗതികെട്ട ആൾക്കാർ എന്തോരം ഉണ്ട്, അതുപോലെ തന്നെ ഗതികെട്ട ആൾക്കാർ എന്തോരം ഉണ്ട്. അതുപോലെ തന്നെ അവര് പറയുന്നത് അവരും അതുപോലെ ജീവിക്കണം, അവരെ സഹായിക്കുന്ന പറയണത്. അവര് അങ്ങനെയാണ് ജീവിക്കുക, അവരെ സഹായിക്കണം എന്ന് പറയുന്നത്. പിന്നെ പണിക്കും രണ്ടുപേർക്കും ആരോഗ്യം ഉണ്ടല്ലോ, പണിയെടുത്ത് ജീവിക്കാൻ വേണ്ടി. പിന്നെ ഞങ്ങള് പ്രമോഷൻ ചെയ്യേണ്ട, ഞങ്ങളുടെ കാശ് സൂക്ഷിച്ച് കൊടുത്തൂടെ, പിന്നെ ഇതിനെ ബാക്കിയുള്ളവരെ കൊണ്ട് കൊടുപ്പിക്കണേ അങ്ങനെ പറയണത്. പിന്നെ വേറെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം, അതൊക്കെ പിന്നെ പോട്ടെ, എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നി അവരൊരു വാക്ക് പറഞ്ഞ്, അവർക്ക് കിടപ്പാടമില്ലെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും മക്കളെ
പറയാൻ പറ്റാത്തൊരു വാക്ക്. മക്കളെ സൃഷ്ടിക്കുന്നതിന് കുറവൊന്നും ഇല്ലല്ലോ എന്ന്. അതിന് മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട്. മക്കളെന്ന് പറഞ്ഞാൽ അത് ദൈവം തരുന്നൊരു വരദാനമാണ്. ഞങ്ങൾ ആദ്യം എനിക്ക് ആ 2 ടിൻസ് ഒറ്റ പ്രസവത്തിൽ എനിക്ക് 2 കുഞ്ഞുങ്ങളാണ് ഉണ്ടായത് ഒരുമിച്ച്. ദൈവം നോക്കുമ്പോഴത്തേക്കും വിചാരിച്ചു 2 ഒരുമിച്ചിരിക്കട്ടെ. അവൾ ഒന്നിനല്ല ആഗ്രഹിച്ചത്, 2 ഒരുമിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞ ദൈവം എനിക്ക് വാരിക്കോരി 2 മക്കളെ ഒരുമിച്ച് തന്നതാണ്. അല്ല 2 പ്രാവശ്യമുണ്ടായ മക്കളല്ല, അത് ഒരുമിച്ച് സൃഷ്ടിച്ച് ദൈവം എനിക്ക് തന്ന, എനിക്ക് ഒരു പുണ്യം പോലെ നിധി പോലെ എനിക്ക് തന്നതാണ് എന്റെ മക്കൾ. അങ്ങനെ കിട്ടിയ മക്കളാണ്. അപ്പൊ അവര് മതി, ഇനി എനിക്ക് വേറെ മക്കളൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇനി അത് മതി എന്ന് ഓർത്തിരുന്ന സമയത്ത് ഞാൻ എന്റെ സ്റ്റാൻഡപ്പിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൈവം ഞങ്ങൾ അറിയാതെ കിട്ടിയ ഒരു മുതലാണ് ഞങ്ങൾ സുണ്ടപ്പൻ. അല്ലാതെ ഞങ്ങളിത് കുഞ്ഞിനെ വേറെന്ന് ആഗ്രഹിച്ച് കിട്ടിയ ഒരാളല്ല സുണ്ടപ്പൻ. അപ്പൊ എന്താ ദൈവം ഞങ്ങൾ ഉള്ളിൽ എനിക്ക് തന്ന കുഞ്ഞാണ്. നമ്മള് ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് വന്നതാണ്. പക്ഷെ എന്റെ സുണ്ടപ്പന് ഇപ്പൊ നമ്മൾ പുണ്യമാണ് കേട്ടോ. ചിലപ്പോ അവിടെ നാളിന്റെ ആണോ അല്ലെ അവിടെ നല്ലതിന്റെ ആണോ ഞങ്ങളിപ്പോ ഇങ്ങനെ രക്ഷപ്പെട്ട് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ മക്കൾ കഴിഞ്ഞിട്ട് എന്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ചങ്ക് പൊട്ടി നടക്കുന്നതും ജീവിക്കുന്നതും ഈ ഓടുന്നതും എല്ലാം എന്റെ മക്കൾക്ക് വേണ്ടിയാണ്. അപ്പൊ എന്റെ മക്കളെ ഇതിന്റെ അകത്ത് വലിച്ചിറക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവർക്കത് വിഷം. അവരെ സ്കൂളിൽ കാണുന്ന ടീച്ചർമാരുണ്ട്, കൂടെ പഠിക്കുന്നവരുണ്ട്. അത് കാണുമ്പോൾ എടി നിന്റെ അമ്മയൊക്കെ തെണ്ടിയല്ല ഇതൊക്കെ അത് അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കും. 15 വയസ്സുള്ള മക്കളല്ലേ, അവരുടെ മനസ്സിൽ കുറെ വിഷമങ്ങൾ വരാം. അതെനിക്ക് ഭയങ്കര വിഷമം വന്നു. മക്കളെ കാണിച്ച് തെണ്ടി സ്ഥലം ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും സത്യം പറയാം ഇപ്പോഴല്ലേ എല്ലാരും എന്നെ തിരിച്ചറിഞ്ഞത്. ഞാൻ ഒരു ചിരി ഇരുചിരി വമ്പർച്ചിരി വന്നതിന് ശേഷമാണ് എല്ലാരും എന്നെ തിരിച്ചറിഞ്ഞ് എല്ലാരും എന്നെ സഹായിക്കാൻ മുന്നോട്ട് വന്നത്. അതിന് മുന്നേ ഒരു സ്തുതി ഉണ്ടായിരുന്നു, ആരും അറിയാവുന്ന ഒരു സ്തുതി ഉണ്ട്. ആ ചേച്ചി കഷ്ടപ്പെട്ട് പണിയെടുത്താണ് ആ മക്കളെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മക്കളെ ഒന്നും സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിട്ടിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല ചേച്ചി. ആ ചേച്ചി ആഗ്രഹിക്കുന്നത് വലിയ കൊട്ടാരം കെട്ടാനൊന്നുമല്ല. ആ 3 മക്കൾക്ക് ആരെയും പേടിക്കാതെ, ഒന്നിനെയും പേടിക്കാതെ അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ താമസിപ്പിക്കണം എന്നുള്ളൊരാഗ്രഹം മാത്രമാണ് ആ അമ്മയ്ക്കുള്ളത്. അപ്പോൾ അവരത് ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ്? സോ ഇവിടെ നല്ലവരായ ആൾക്കാർ ഉള്ളിടത്തോളം കാലം അവരവരുടെ ആ ഒരു സ്വപ്നം കൈവരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇതുപോലുള്ള റാണിമാർ വന്നിട്ട് എത്രയൊക്കെ നെഗറ്റീവ് കമൻസ് ഇട്ടാലും ആ ചേച്ചിനെ സഹായിക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഉള്ളിടത്തോളം കാലം ആ ചേച്ചിയുടെ സ്വപ്നങ്ങൾ സഫലമാക്കുക തന്നെ ചെയ്യും. ചേച്ചി നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾ ഇത്രയും നാളും ചെയ്തിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഹാർഡ് വർക്കിന് ദൈവം അതിൻ്റെതായ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ നല്ലവരായ ആർക്കെങ്കിലും ആ ചേച്ചിനെ സഹായിക്കാനായിട്ട് തോന്നുവാണെങ്കിൽ അവരെ സഹായിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.